ഇനി രണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ പിന്നെ സ്ക്രീനിൽ നോക്കുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ. ഈ രണ്ട് ആറ്റങ്ങളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കേസാണ് കേട്ടോ. അറ്റോമിക് നമ്പർ 24ഉം 29ഉം എലമെന്റ്സ് ക്രോമിയവും കോപ്പറുമാണ്. എലമെന്റ്സ് ഏതൊക്കെയാണ്? ക്രോമിയം ആൻഡ് കോപ്പർ. ഈ ആറ്റങ്ങൾ വരുമ്പോൾ ഈ ആറ്റങ്ങളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോഴും നിങ്ങൾ ചെറുതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം നിങ്ങളോട് ഇപ്പോൾ എഴുതാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഈ രണ്ടാറ്റത്തിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് വേഗം എഴുതിക്ക്. അറ്റോമിക് നമ്പർ 24ഉം 29ഉം അതിലെന്ത് വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നിങ്ങൾ നോക്കണ്ട, ഒന്ന് എഴുതുക ആദ്യം. അറ്റോമിക് നമ്പർ 24 ഉള്ള ആറ്റത്തിന്റെയും 29 ഉള്ള ആറ്റത്തിന്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ആ 1s2 2s2 എന്നുള്ള ഓർഡറിൽ. ഇനി നിങ്ങൾ തെറ്റിക്കാണ്ട് എഴുതണം. ആ ഓർഡർ അറിയാലോ അല്ലെ? ഈ ഓർഡർ സംശയം ഉണ്ടെങ്കിലൊക്കെ തിരിച്ച് ഒന്ന് മറിച്ച് നോക്കിക്കോ, കുഴപ്പമില്ല. ഇപ്പൊ മറിച്ച് നോക്കുക. അടുത്ത ക്ലാസ്സിലൊക്കെ ഇനിയുള്ള ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ അത് എന്താണ് ബൈഹാർട്ട് ആക്കിയിട്ട് വരണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൽ ഏത് ചോദ്യം ചോദിക്കുകയാണെങ്കിലും അതിന് ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ ആൻസർ നമ്മൾ പറയേണ്ടി വരിക. അതുകൊണ്ട് അത് അറിയാതിരിക്കരുത്. ഇപ്പോഴും കുറെ പേരുടെ വീഡിയോ കട്ടായിട്ടുള്ളത്. അതൊന്ന് എനേബിൾ ചെയ്താൽ നന്നായിരുന്നു. കാരണം നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളെ കണ്ടുകൊണ്ട് ക്ലാസ് എടുക്കുന്നതിന് അതിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ശ്രേയ ഉണ്ടല്ലോ അല്ലെ? ശ്രേയ വീഡിയോ ഡിസേബിൾ ആയിട്ടുള്ളത്. സഫ്വാന ടീക്കന്റെ വീഡിയോ ഇല്ല. അവരൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നന്നായിരുന്നു. മക്കളെല്ലാവരും എഴുതിയോ? ഇപ്പൊ എന്താ വെച്ചാൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇപ്പൊ കുട്ടികൾ എഴുതി കഴിഞ്ഞോ ഇല്ലേ, ഞാനിപ്പോ ഒരു വർക്ക് കൊടുത്തിരിക്കുകയാണ്. അത് അവർ കംപ്ലീറ്റ് ചെയ്തോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് അവരെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോയിലുള്ള ആൾക്കാരെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് ഇനി അതിലേക്ക് വരിക. അപ്പോ അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങളിപ്പോ എഴുതിയത് ഇതായിരിക്കണം കേട്ടോ. അപ്പൊ അറ്റോമിക് നമ്പർ 24ലെ ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ എഴുതിയത് ഇങ്ങനെയായിരിക്കണം. എങ്ങനെയാ ഉണ്ടാവുക? 1s2 2s2 2p6 3s2 3p6 4s2 3d4 ഇങ്ങനെയാവും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക അല്ലേ? നിങ്ങൾ എങ്ങനെയല്ലേ എഴുതിയത്? ആണോ? അതിൽ മിസ്റ്റേക്ക് ഉണ്ടോ? സമീഷ് ലാലെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഇതുപോലെ എഴുതിയത്? അതിൽ ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ മക്കളെ. എന്നാലും നിങ്ങൾ ഇങ്ങനെ തൽക്കാലം ഇപ്പൊ ഇങ്ങനെ എഴുതിയിരിക്കണം. കാരണം ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പിക്കാം. ഓക്കെ, കോപ്പറിന്റെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. 1s2 2s2 2p6 3s2 3p6 4s2 3d9 എന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലെ? അഞ്ജന രജീഷ് അങ്ങനെയല്ലേ എഴുതിയത് അല്ലേ? ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ അഞ്ജന രജീഷ്? ഇതാണ് എഴുതിയത്. നസൽ എങ്ങനെയാണോ എഴുതിയത്? നസൽ ആണ് അല്ലേ? ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പൊ ഇതുവരെ കുഴപ്പമില്ല. ഇത് എങ്ങനെയാണ് നമ്മൾ പഠിച്ച പ്രകാരം ഇങ്ങനെ എഴുതുന്നുണ്ട് അല്ലെ? പക്ഷെ ഇതില് ഞാൻ പ്രത്യേകം പറഞ്ഞു, ഈ കോപ്പറും ക്രോമിയം വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം അവിടെ ഉണ്ട്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. പരീക്ഷയ്ക്ക് ചിലപ്പം ഈ കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനോ അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ 24ഉം 29 ഉള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനൊക്കെ ചോദിക്കുമ്പോൾ അതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് മക്കൾ. അപ്പൊ അതൊന്ന് നോക്കുക. ആക്ച്വൽ ആയിട്ട് ഈ രണ്ടാറ്റത്തിന്റെയും മാത്രം നമുക്ക് പഠിക്കാൻ ഡിഫറൻസ് ഉള്ള ഈ രണ്ടാറ്റം മാത്രമേ ഉള്ളൂ. ആ രണ്ടാറ്റത്തിന്റെ വരുമ്പോൾ മാത്രം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷന് ചെറിയ വ്യത്യാസം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ സ്ലൈഡിനകത്ത് മുകളിൽ നോക്കുക എക്സ്പെക്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ? താഴെ അതിന് ആക്ച്വൽ എന്ന് എഴുതിയിട്ടുണ്ട്. വ്യത്യാസം നോക്കി ആ അടിയിൽ വരച്ച ഭാഗത്ത് മാത്രമേ വ്യത്യാസമുള്ളൂ. എന്താ വ്യത്യാസം? നിങ്ങൾ എഴുതിയതിൽ 4s2 3d4 എന്നാണ് കോപ്പറിന് ക്രോമിയത്തിന് വന്നിട്ടുണ്ടാവുക അല്ലെ? പക്ഷെ ആക്ച്വൽ എങ്ങനെയാണുള്ളത്? 4s1 3d5 എന്നാണുള്ളത്. എല്ലാത്തിനും ഇല്ല കേട്ടോ മക്കളെ. ഏതിന് മാത്രമേ ഉള്ളൂ? കോപ്പറിനും ക്രോമിയത്തിനും. ഇപ്പൊ കറക്റ്റ് ചെയ്യൊന്നും വേണ്ട. ഇപ്പൊ നിങ്ങൾ ഒന്നും ചെയ്യണ്ട.
കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ രണ്ടാമത് എഴുതിയാൽ മതി. ആദ്യമുള്ള അവിടെ നോട്ടെ എന്താ വെച്ചാൽ ആ വ്യത്യാസം എന്താന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ മനസ്സിൽ പതിപ്പിക്കണം. കാരണം പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം അത്. ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ഏതെങ്കിലും ഒരു ആറ്റത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് അല്ലെ. അപ്പോൾ കോപ്പറിന്റെ നോക്കുക, നിങ്ങൾ എഴുതിയതിൽ ലാസ്റ്റ് ഫോറസ്റ്റ് 3D9 വന്നിട്ടുണ്ടാവുക. കാരണം നമ്മൾ പഠിച്ചത് അങ്ങനെയാണ്. അത് തെറ്റ്, ഞാൻ നിങ്ങൾ തെറ്റ് പറയില്ല. കാരണം അത് അങ്ങനെയല്ല എന്ന് ഞാനിപ്പോ പറയുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ കോപ്പറിൻ്റെത് ഇതുപോലെ തന്നെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനിക്കുന്നത് എങ്ങനെയാണ്? 4s1 3d10 ആണ് അല്ലെ. ആ എസിലുള്ള ഒരു ഇലക്ട്രോൺ ഡിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അല്ലെ. മുകളിൽ അതുപോലെ തന്നെ എസിലുള്ള ഒരു ഇലക്ട്രോൺ ഡിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അല്ലെ. ഈ ഒരു വ്യത്യാസം ഏത് രണ്ട് ആറ്റങ്ങളിൽ മാത്രം നമുക്ക് കാണാം? ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ആറ്റങ്ങളിൽ മാത്രം നമുക്ക് കാണാം. ഇനി എന്തുകൊണ്ടാണ് ഈ ആറ്റത്തിൽ അങ്ങനെ ഈ രണ്ട് ആറ്റങ്ങളിൽ ആ വ്യത്യാസം കാണുന്നത്? എന്തുകൊണ്ട്? അത് എക്സ്പ്ലനേഷൻ ഉണ്ട്. അത് തൊട്ട് താഴെയായിട്ട് നമുക്ക് വരും. എന്താണ് അതിന്റെ റീസൺ? D subshell in the half-filled and completely filled states gives more stability to the atoms. എന്ത് ചെയ്യുന്നുണ്ട്? മുകളിൽ നോക്കുക, നിങ്ങൾ ആദ്യം എഴുതിയുണ്ടല്ലോ അല്ലെ, നമ്മൾ എക്സ്പെക്ടഡ് എന്നുള്ള ഭാഗത്തുള്ള നോക്കിയാൽ അതിൽ ഡി സബ്ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണുള്ളത്, കോപ്പറിന്റെ 9 ഇലക്ട്രോൺ ആണുള്ളത്. എന്നാൽ ഒരു എസ് നിന്ന് ഒരു ഇലക്ട്രോൺ ഡിയിലേക്ക് മാറ്റുമ്പോൾ ക്രോമിയത്തിന്റെ എന്തായിട്ട് മാറി? D5 ആയിട്ട് മാറി. കോപ്പറിന്റെ D10 ആയിട്ട് മാറി. അങ്ങനെ മാറുമ്പോൾ സംഭവിക്കുന്ന മാറ്റം എന്താണ്? D5 എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്താ, അത് പകുതി എന്ന് പറഞ്ഞ അവസ്ഥയിലാണുള്ളത് അല്ലെ. D5 എന്ന് പറഞ്ഞാൽ D പകുതി എന്ന് പറഞ്ഞ അവസ്ഥയിൽ. ഡിയിൽ പരമാവധി ഇലക്ട്രോൺ എത്രയാ? മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ഡി എത്രയാണ്? 10 ആണ് അല്ലെ. ഇപ്പൊ D5 എന്ന് പറയുമ്പോൾ ഹാഫ് ആണ്. D10 എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഈ രണ്ട് രീതിയിൽ വരുമ്പോൾ, ഈ രണ്ട് സ്റ്റേജിൽ വരുമ്പോൾ D5 D10 വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ആറ്റത്തിന് കുറച്ചുകൂടി സ്റ്റെബിലിറ്റി കൂടും. Atoms will be more stable. ഈ ഒരു മാറ്റം ഏത് രണ്ട് ആറ്റങ്ങളിൽ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ? ക്രോമിയം കോപ്പർ മാത്രം പഠിക്കാനുള്ളൂ. അതുകൊണ്ട് ഈ രണ്ട് ആറ്റങ്ങൾ വരുമ്പോൾ മാത്രം നിങ്ങൾ ഈ ഒരു കാര്യം ഓർത്ത് വെക്കണം. അതിന്റെ റീസൺ ഓർത്ത് വെക്കണം. റീസൺ നോട്ട് ചെയ്ത് വെച്ചോ? എന്താണ് റീസൺ? D subshell in the half filled and completely filled states gives more stability to the atoms. D subshell പകുതിയും പൂർണ്ണമായും നിറഞ്ഞ അവസ്ഥയിൽ ആറ്റത്തിന് കുറെ കൂടി സ്ഥിരത കിട്ടുന്നു അല്ലെ. സോ 1s electron will be shifted to D subshell in both these atoms. ഈ രണ്ട് ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? 1s electron will be shifted to the D subshell. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് D subshell എന്തായിട്ട് മാറും? ഒന്നുകിൽ ഹാഫ് ഫിൽഡ് ആയിട്ട് മാറും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫിൽഡ് ആയിട്ട് മാറും. ഈ ഒരു കേസിൽ ആറ്റത്തിന് കുറെ കൂടി കൂടിയ ഒരു സ്ഥിരത ഉണ്ടാവും, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും. അത് ഇപ്പൊ ഈ പറഞ്ഞതും എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അല്ലെ. അപ്പൊ ഇന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്നെന്താണ്? നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. രണ്ടാമത്തത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോബിൾ ഗ്യാസിന്റെ ഉപയോഗിച്ച് ചുരുക്കി എഴുതുന്നത്. ആ ചുരുക്കി എഴുതി എക്സ്പാൻഡ് ചെയ്യുന്നതും ഉണ്ടാവും. മൂന്നാമതായിട്ട് കോപ്പർ ക്രോമിയം ഈ രണ്ട് ആറ്റങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് ഉള്ളത് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഞാൻ നമ്മളൊരു ഓൺലൈൻ എലൈറ്റ് കോളേജ് ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് ടെക്സ്റ്റ് ബുക്ക് PDF ഫയൽ അതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുന്നിരിക്കുക. അപ്പൊ ക്ലാസ് എടുക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചൊക്കെ നോക്കുക. ഓക്കെ, എന്നിട്ട് ഫോളോ ചെയ്യുക, കൃത്യമായിട്ട് അതിനെ ഫോളോ ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മക്കളെ നിങ്ങൾ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്നെ ചാറ്റ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് ആ നമ്പർ തന്നിട്ടുണ്ട്. ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കൈ ഒന്നിച്ചാലും മതി. മറ്റേ സ്ക്രീനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാൻ പ്രയാസം, നിങ്ങൾ കൈ ഇങ്ങനെ പൊന്നിച്ചാലും മതി. ഞാൻ അവരെ അൺമ്യൂട്ട് ചെയ്ത് തരാം, അവർക്ക് ചോദിക്കാം. ഡൗട്ടൊക്കെ ചോദിച്ച് ശീലിക്കുക. നമ്മൾ 10ാം ക്ലാസ് പഠിക്കാൻ പോകുന്ന കുട്ടികളാണ്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഫുൾ A+ ആണ്. ഫുൾ A+ തന്നെ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല ഒരു വിഷയത്തിലും. അപ്പൊ ഡൗട്ട് എന്തുണ്ടെങ്കിലും ഉടനെ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യുക. ആ ഒരു ശീലം എപ്പോഴും ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ റെഗുലർ ക്ലാസ്, അതായത് സ്കൂളിൽ നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. ഡൗട്ട് വന്നാൽ ഉടനെ ചോദിച്ച് പഠിക്കുക. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഡൗട്ട് നമ്മൾ മനസ്സിലാണ്ട് വളരെ എന്താ പറയാ ഉഷാറായിട്ട് പോയിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാണ്. ആരും സംശയം ചോദിച്ച് കാണുന്നില്ല. അടുത്ത ക്ലാസ് ഒന്നും ഇങ്ങനെ ആവരുത്.
എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ശ്രേയ കൈ പൊന്തിക്കുന്നുണ്ട്. അപ്പൊ ശ്രേയക്ക് എന്തോ ഡൗട്ട് ഉണ്ടോ നോക്കട്ടെ, നോക്കട്ടെ. ശ്രേയ ചോദിക്കും. സാറേ, മറ്റുള്ള എലമെന്റ്സിനൊക്കെ 3D വന്നിട്ടില്ല. അപ്പൊ അതിനൊന്നും നമ്പർ 5ഓ 10ഓ അങ്ങനെ ആക്കുന്നില്ലല്ലോ. ഈ ക്രോമിയം കോപ്പർ മാത്രം ആക്കാൻ കാരണം? ഇപ്പൊ ശ്രേയ ചോദിച്ചത് ഡൗട്ട് എന്ന് വെച്ചാൽ ബാക്കി വേറെ ആറ്റങ്ങളിൽ 3D വരുമ്പോ ഹാഫ് ആക്കുന്നില്ലേ, ഇല്ലല്ലോ എന്നാ ചോദിക്കണത് അല്ലേ? അപ്പൊ അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്കിയുള്ള ആറ്റങ്ങളിലൊന്നും ഈ 4s 3D ഈ രണ്ട് സബ്ഷെല്ലിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സബ്ഷെല്ലുകളുടെ എനർജി ചെറിയ ഡിഫറൻസേ ഉള്ളൂ. 3D 4s സബ്ഷെല്ലിന് ചെറിയ എനർജി ഡിഫറൻസേ ഉള്ളൂ എന്തില്, ഈ പിന്നെ കോപ്പറിന് ക്രോമിയത്തിൽ. അതായത് ഈ 4s 3D സബ്ഷെല്ലുകളുടെ എനർജി ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഈ രണ്ട് സബ്ഷെല്ലുകൾ അടുത്തടുത്ത് വരുന്നത്, അതുപോലെ തന്നെ ഇങ്ങനെ ഷിഫ്റ്റിംഗ് വരുമ്പോ ഡി സബ്ഷെല്ല് പകുതിയോ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുന്നത് ഈ രണ്ട് എലമെന്റിൽ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളതിലുള്ളൂ. ഇപ്പൊ നമ്മൾ 4ാമത്തെ പീരീഡിൽ വരുന്ന രണ്ട് എലമെന്റ് ആണ് കോപ്പറും ക്രോമിയവും. ഇനി 5ാമത്തെ പീരീഡിലും 6ാമത്തെ പീരീഡിലും 7ാമത്തെ പീരീഡിലും ഈ രണ്ട് എലമെന്റ്സ് വേറെ ഉണ്ട്. ഓക്കെ, അത് നമുക്ക് പഠിക്കാനില്ല. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർത്തേണ്ടത്, ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ SD സബ്ഷെല്ല് അടുത്ത് വരണം, എന്നാൽ മാത്രമേ ഈ ഷിഫ്റ്റിംഗ് നടക്കുകയുള്ളൂ. കാരണം DS ഓർബിറ്റലിലെ എനർജി തമ്മിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അപ്പൊ ഡിയും എസും തൊട്ടടുത്ത് വരുന്ന രണ്ട് സബ്ഷെല്ലിൽ വരുന്ന കേസിൽ മാത്രമേ ഈ ഒരു ചേഞ്ച് വരുള്ളൂ. അതുപോലെ തന്നെ ഇങ്ങനെ ചേഞ്ച് വരുമ്പോൾ ഡി സബ്ഷെല്ല് കംപ്ലീറ്റ് ആയിട്ടോ ഹാഫ് ആയിട്ടോ ഫില്ല് ആവുകയും വേണം. ഒരു S ഇലക്ട്രോണ് ഡിയിലേക്ക് പോകുമ്പോൾ D4 അല്ലെങ്കിൽ D5 അല്ലെങ്കിൽ D10 ആവുകയും വേണം. എസും ഡിയും തൊട്ടടുത്തടുത്ത് വരുന്ന ഒരു സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷനിലെ ആറ്റം ആവുകയും വേണം. അങ്ങനെ വരുന്നത് ഈ രണ്ട് ആറ്റത്തിന് മാത്രമേ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. വേറെ ആറ്റത്തിനൊന്നും S D അടുത്ത് വരുന്നുണ്ടെങ്കിൽ കൂടി എന്ത് ചെയ്യില്ല, S ഒരു ഇലക്ട്രോൺ പോകുമ്പോൾ D ഹാഫ് ഫീൽഡോ കംപ്ലീറ്റ് ഫീൽഡോ ആയി മാറൂല. ഓക്കെ, ശ്രേയ കംപ്ലീറ്റ് സംഭവം മനസ്സിലായോ? ബാക്കിയുള്ള ആൾക്കാർക്കും ശ്രേയ ചോദ്യം മനസ്സിലായോ? ഈ രണ്ട് ആറ്റം അല്ലാണ്ട് വേറെ ആറ്റങ്ങളിൽ ഇതേപോലെ വരുമോ, ഡി സബ്ഷനിലേ വരുമോ എന്നാ ചോദിച്ച്. അങ്ങനെ വരൂല. കാരണം എന്താ വരാതിരിക്കാൻ കാരണം എന്താ, വേറെ ഒരു ആറ്റത്തിലും S ഒരു ഇലക്ട്രോൺ പോകുമ്പോൾ D5ഓ D10ഓ ആയി മാറൂല കേട്ടോ. നമുക്ക് പഠിക്കാനുള്ളതിൽ വേറെ ആറ്റങ്ങളുണ്ട്, പക്ഷെ നമ്മുടെ സിലബസിൽ ഇല്ല. നമുക്ക് സിലബസ് ഈ രണ്ട് ആറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതേപോലെ ഇത് വളരെ വളരെ ആയിട്ടുള്ള സംശയം ചോദിച്ചല്ലേ. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നേണ്ട സംശയം, ഡിയിൽ വേറെ കുറെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതിയില്ലേ, അതിലൊന്നും ഇങ്ങനെ വന്നില്ല സാറേ, ഇത് മാത്രമേ വരുള്ളൂ ബാക്കിയില്ലേ വരൂലേ അല്ലേ? സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നേണ്ട സംശയമായിരുന്നു. അതായത് ശ്രേയ ചോദിച്ച നല്ലൊരു ഡൗട്ടാണ്. അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കാം. ഇനി ആർക്കും അതുപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. കാരണം ഒരാൾ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരാൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് ഉപകാരമാവും. ഓക്കെ, ഇനിയിപ്പോ ഞാൻ ചോദിച്ചത് മണ്ടത്തരായി പോവോ അല്ലെ? കുറെ ആൾക്കാർ സംശയം ചോദിക്കാതിരിക്കാൻ കാരണം അതാ. എന്താണ്, ഞാൻ ചോദിച്ചപ്പോ തെറ്റിപ്പോയാൽ ബാക്കിയുള്ളവർ ചിരിക്കൂലേ അല്ലെ? ചിരിച്ചോട്ടെ അല്ലെ? ചിരിക്കാൻ നമ്മൾ ഈ 10-23 ആൾക്കാരല്ലേ കാണുള്ളൂ, വേറെ പുറമേയുള്ള ആൾക്കാർ ആരും കാണുന്നില്ലല്ലോ. അപ്പം ഡൗട്ട് എന്തായാലും ചോദിക്കുക കേട്ടോ. ഇനി ആർക്കും ഡൗട്ട് ഉണ്ടോ? ഇനി ഡൗട്ട് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെഷൻ നമുക്ക് നിർത്താം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാളെ ഇതുപോലെ തന്നെ 8 മണിക്കൊരു ക്ലാസ് ഉണ്ടാവും. സബ്ജക്ട് ഏതാണെന്നുള്ളത് അതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് അയച്ചു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഒരു 2-3 ക്വസ്റ്റ്യൻസ് വരും. ആ ക്വസ്റ്റ്യൻ ഇന്ന് തന്നെ അറ്റൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിന്റെ ആൻസർ ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് ഇന്ന് അയച്ചു തരാം. നമ്പർ ഏതാണ്, ആ സ്ക്രീനിൽ വലത് സൈഡിൽ കാണുന്ന നമ്പർ ഉണ്ടല്ലോ. ഓക്കെ, അത് ആ നമ്പർ നിങ്ങൾ അയച്ചു തരാം. എന്നാ ശരി, എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ശരി, താങ്ക്സ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സെക്ഷൻ നോട്ടൊക്കെ എടുത്തില്ലേ? ഓക്കെ, ശ്രദ്ധിക്കും. സ്ക്രീൻ കാണാലോ? നെക്സ്റ്റ് ഇനി പുതിയ കുട്ടികൾക്കും വന്നവർക്കൊക്കെ ഇത് പുതിയ സെക്ഷൻ ആക്കിയിട്ട് പഠിച്ചോ. ഇവിടുന്ന് അങ്ങോട്ട് ഈ ചാപ്റ്ററിന്റെ 2ാമത്തെ സെക്ഷനാണ്. ബേസിക് ഒക്കെ കഴിഞ്ഞ് ഈ കാര്യത്തിലേക്ക് കിടക്കാം. ശ്രദ്ധിച്ചോ, നെർവസ് സിസ്റ്റം.
nervous system. Nervous system. എഴുതിയോ? ശ്രദ്ധിക്കും അല്ലെ? നെർവസ് സിസ്റ്റം അല്ലെ, നമ്മൾ ഇതുവരെ പഠിച്ച നെർവസ് സിസ്റ്റത്തിലെ ബേസിക് ആയിട്ടുള്ള അല്ലെ, നെർവസ് സിസ്റ്റത്തിലെ ബേസിക് ആയിട്ടുള്ള സെല്ലുകളെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം എന്ത് ചെയ്തത് അല്ലെ? ന്യൂറോൺസ്, നെർവുകള് അല്ലെ? അപ്പൊ അവര് മാത്രം കൂടി ചേർന്നതാണോ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞ? അല്ല അല്ലെ? അപ്പൊ ഇത്തരം അതിൽ ബ്രെയിൻ ഉണ്ട്, സ്പൈനൽ കോഡ് ഒക്കെ ഉണ്ട് അല്ലെ? നമ്മൾ ഇവരെയൊക്കെ എന്തായിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവരെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ, അവരുടെ റോളുകൾക്കൊക്കെ അനുസരിച്ചിട്ട് അല്ലെ. അപ്പൊ നെർവസ് സിസ്റ്റത്തിനെ നമുക്ക് രണ്ടെണ്ണമാക്കിയിട്ട് എന്ത് ചെയ്യാം? തരംതിരിക്കാം. വി ക്യാൻ ക്ലാസിഫൈ ദ നെർവസ് സിസ്റ്റം ഇൻടു 2. അതിൽ ഒന്നാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കോ, ദേ ആർ ദി സെന്റർ. അവരാണ് എല്ലാ കാര്യങ്ങളെയും എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുന്ന ആൾക്കാര് അല്ലെ, ഒരു സെന്റർ അല്ലെ. രണ്ടാമത്തെ പാർട്ടാണ് എന്ത്? പെരിഫറൽ നെർവസ് സിസ്റ്റം. ഞാൻ പിക്ചർ വെച്ച് കാണിച്ചു തരാം. രണ്ടാമത്തെ പാർട്ടാണ് എന്ത്? പെരിഫറൽ നെർവസ്. പെരിഫറൽ എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രലിനോട് ചേർന്ന് കാണുന്ന, മനസ്സിലായല്ലേ? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനോട് ചേർന്ന് കാണുന്നതാണ് എന്ത്? പെരിഫറൽ നെർവസ് സിസ്റ്റം. കിട്ടിയോ അല്ലെ? അവരോട് ചേർന്ന് കാണുന്ന നെർവസ് സിസ്റ്റം ആണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഇനി സെൻട്രൽ നെർവസ്, ഇത് എഴുതണേ, ഈ ഡയഗ്രാം വേണം നിങ്ങളുടെ കയ്യിൽ. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ അല്ലെ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ രണ്ട് മെയിൻ ആൾക്കാരാണ്. അവരെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാണ് അല്ലെ എന്ത്? ബ്രെയിൻ. ഫസ്റ്റ് ആരാണ്? ബ്രെയിൻ. സെക്കൻഡ് ഏതാ? സ്പൈനൽ കോഡ്. രണ്ട് ഞാൻ ഇപ്പൊ ഡീപ്പായിട്ട് പറയണോ? ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാണ്ട് അല്ലെ. ഇപ്പൊ അത്ര പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഒന്നാരാ? ബ്രെയിൻ. രണ്ട് ബ്രെയിനിൽ നിന്ന് നേരെ താഴോട്ട് പോകുന്ന ഒരു സാധനം ഉണ്ട്. ആരാണ്? സ്പൈനൽ കോഡ്. ദേ ആർ ദി സെൻട്രൽ, ദേ ആർ ദി സെന്റർ ഓഫ് ദി നെർവസ് സിസ്റ്റം. അതുകൊണ്ട് അവർ എന്ത് വിളിച്ചു? സെൻട്രൽ നെർവസ് സിസ്റ്റം. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി നെക്സ്റ്റ് പെരിഫറൽ നെർവസ് സിസ്റ്റം. അടുത്ത എന്താ? പെരിഫറൽ നെർവസ് സിസ്റ്റം. പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനോട് ചേർന്ന് കാണുന്ന ആൾക്കാർ. അതാരായിരിക്കും? നമ്മൾ നേരത്തെ പഠിച്ച നെർവുകൾ. അതാരായിരിക്കും? നമ്മൾ നേരത്തെ പഠിച്ച നെർവുകൾ. ആ നെർവുകളെ രണ്ടെണ്ണമാക്കി തരംതിരിച്ചിട്ടുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാ? തലച്ചോറിൽ നിന്ന് അല്ലെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന നെർവുകളെ നമ്മൾ എന്ത് വിളിച്ചു? ക്രേനിയൽ. ക്രേനിയം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഭാഗം, തലയോട്ടി, ആ ഭാഗം ക്രേനിയൽ കപ്പാസിറ്റി എന്നൊക്കെ പറയും. തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടത്, അത്ര മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായില്ല? അതാണ് ക്രേനിയൽ. അപ്പൊ തലച്ചോറിൽ നിന്ന് പോകുന്ന നെർവ്സിനെ വിളിച്ച പേരാണെന്ത്? ക്രേനിയൽ നെർവ്സ് അല്ലെ. അപ്പം സ്പൈനൽ കോഡ് ഉണ്ടല്ലോ, സ്പൈനൽ കോഡിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന നെർവ്സിനെ വിളിച്ച പേരാണ് സ്പൈനൽ നെർവ്സ്. ബുദ്ധിമുട്ടുണ്ടോ? ഇത്ര കാര്യങ്ങള് ഉണ്ടോ? ഇല്ല. ഇനി എത്ര ക്രേനിയൽ നെർവ്സ് ഉണ്ട്? ഞാൻ പിക്ചർ കാണിച്ചു തരാം കേട്ടോ. ഇനി എത്ര ക്രേനിയൽ നെർവ്സ് ഉണ്ട്? എത്ര ക്രേനിയൽ നെർവ്സ് ഉണ്ട്? 12 പേഴ്സ്. അതായത് എത്ര എണ്ണം? 24. മനസ്സിലായല്ലോ? 12 പേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണ? എത്ര എണ്ണ? 24 എണ്ണം. അപ്പൊ ഇതിന് പേരിന്റെ കണക്ക് കൊടുത്തേ. എന്തുകൊണ്ട്? അവിടെ നമ്മളെ മുഖം അല്ല, ശരീരം തന്നെ മൊത്തം പകുതിയാക്കി ഇങ്ങനെ മുറിച്ചേ അല്ലെ. ഈ പകുതിയും മറ്റേ പകുതിയും സെയിം അല്ലേ? അല്ലേ? രണ്ട് കണ്ണുണ്ട് അല്ലെ. കറക്റ്റ് 32 പല്ലെടുത്ത 16 പല്ലൊരു പകുതിയിലും 16 പല്ലൊരു പകുതിയിലും, മൂക്കിന്റെ ഒരു തുള ഒരു പകുതിയിലും രണ്ടാമത്തെ തുള വേറൊരു പകുതിയിലും അല്ലേ? അല്ലേ? സകലതും എന്തായിരിക്കും? പകുതിയായിട്ട് മാറും. ഈവൻ ബ്രെയിൻ അടക്കം കറക്റ്റ് പകുതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുറിക്കാൻ പറ്റും അല്ലേ? ബാക്കി ബോഡി ഇങ്ങോട്ട് കഴുത്തിന് അടിയിട്ട് പോയാൽ കറക്റ്റ് ഒന്നും കിട്ടൂല. സ്റ്റൊമക്ക് ഒന്നും കറക്റ്റ് അങ്ങനെ പകുതി കിട്ടൂല. ലിവർ ഒന്നും കിട്ടൂല. ഞാൻ മുഖം മാത്രം നിങ്ങൾ എടുക്കാം അല്ലേ? അപ്പൊ രണ്ട് കണ്ണുണ്ട് ഇല്ലേ? രണ്ട് കണ്ണിലേക്ക് ഒരു നെർവ് പോയാൽ മതിയോ? പോരാ. ഒരു കണ്ണിലേക്ക് ഒരു നെർവ് പോകുന്നുണ്ടെങ്കിൽ, തലച്ചോറിൽ നിന്ന് ഒരു നെർവ് പോകുന്നുണ്ടെങ്കിൽ മറ്റേ കണ്ണിലേക്കും എന്ത് ചെയ്യണം? അതേപോലെ ഒരു നെർവ് എന്ത് ചെയ്യണം? പോകണ്ടേ?
അതുകൊണ്ടാണ് പെയേഴ്സിന്റെ കണക്ക് കൊടുത്തത്. മനസ്സിലായോ? എത്ര പെയേഴ്സാ? തലച്ചോറിൽ നിന്ന് 12 പെയർ നെർവുകൾ എങ്ങോട്ട് പോകുന്നുണ്ട്? ഈ മുഖം ഉൾപ്പെട്ട ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാന്, അതിന് ഇതിന് ടേസ്റ്റിന് ഒക്കെ അതിനൊക്കെ ഓരോ നെർവ്സാ. ആ 12 പെയറിൽ 2 നെർവ് നമ്മളെ കണ്ണിലേക്കും വരുന്നുണ്ട്. മനസ്സിലായോ? 12 പേരിൽ ഒരു പേര് നമ്മളെ കണ്ണിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് എത്തുമ്പോൾ പഠിക്കാണ്ട്, ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി സ്പൈനൽ നെർവ്സ് എത്ര പേഴ്സ് ഉണ്ട്? 31 പേഴ്സ്. ആ കണക്കൂട്ടുക. എങ്ങനെ 31 പേഴ്സ് ആയത്? ഞാൻ ചിത്രം കാണിച്ചുതരാം. ചിത്രം നോക്കിയേ, കണ്ടോ? അതില് ഇതെടുക്ക്, പെരിഫറൽ നെർവസ് സിസ്റ്റം മാത്രം എടുത്തേ. കണ്ടോ? പെരിഫറൽ നെർവസ് സിസ്റ്റത്തില് തലച്ചോറിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കിയ കുറെ ബ്രാഞ്ചസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കണേ. കുറെ ബ്രാഞ്ചുകൾ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. പറ്റുന്നുണ്ടോ? ഇല്ലേ? തലച്ചോറിൽ നിന്ന് അവരെ വിളിച്ച പേരാണെന്ത്? സ്പൈനൽ നെർവ്സ്. അത് എത്ര പേരുണ്ട്? 12 പേർ. മനസ്സിലായോ? അത് എത്ര ഉണ്ട്? 12 പേർ. ഇനി സ്പൈനൽ കോഡ് കണ്ടോ? സ്പൈനൽ കോഡ് കണ്ടോ? കണ്ടില്ലേ? ഈ നടുക്കിലൂടെ പോകുന്ന ഈ സാധനമാണ് എന്ത്? സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിൽ നിന്ന് 31 എണ്ണം ഈ സൈഡിലോട്ടും, മനസ്സിലായോ? അതേമാതിരി 31 എണ്ണം ഈ സൈഡിലോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. അപ്പൊ എത്ര എണ്ണായി? 31 പെയർ സ്പൈനൽ നെർവ്സ്. അതായത് 31 എത്ര? 62 എണ്ണം കിട്ടിയല്ലോ. 31 പെയർ എന്ന് പറഞ്ഞാല് 62 എണ്ണം. 31 ജോഡി സ്പൈനൽ നെർവ്സ് ശരീരത്തിന്റെ വലതേ ഭാഗത്തോട്ടും 31 സ്പൈനൽ നെർവ്സ് ശരീരത്തിന്റെ ഇടത്തെ ഭാഗത്തോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. അപ്പം എത്ര ജോഡി സ്പൈനൽ നെർവ്സ് നമുക്കുണ്ട്? 31 ജോഡി. എത്ര ജോഡി ക്രേനിയൽ നെർവ്സ് നമുക്കുണ്ട്? എത്ര ജോഡി ഉണ്ട് ക്രേനിയൽ നെർവ്സ്? 12 ജോഡി. കിട്ടിയോ? സോറി, മനസ്സിലായോ? ഈ കാര്യം മനസ്സിലായോ? ഓക്കെ അല്ലേ? കണ്ടോ? ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം ചിത്രം നോക്കുക. ആദ്യത്തെ പിക്ചർ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് സെൻട്രൽ നെർവസ് സിസ്റ്റം ഓർ CNS എന്ന് വിളിക്കുക ഷോർട്ട് ആയിട്ട്. C ഫോർ സെൻട്രൽ, N ഫോർ നെർവസ് ആൻഡ് S ഫോർ സിസ്റ്റം. കിട്ടിയോ? A ഫോർ ആപ്പിൾ എന്നൊക്കെ പറയാലോ, അതേമാതിരി ഉണ്ട്, പഠിച്ചോ? C ഫോർ സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ആര് വരും? ബ്രെയിനും സ്പൈനൽ കോഡും. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ആര് വരും? ക്രേനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും. എണ്ണം പഠിക്കണം, ചോദിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച ഡയഗ്രം അല്ലേ? ഇതാ ഈ ഡയഗ്രം. ഈ ഡയഗ്രം ഉണ്ടല്ലോ, ഇത് ഇതേമാതിരി ഗ്യാപ്പ് വിട്ട് അവർ ചോദിക്കും. ഇടയിൽ 1-2 ഒക്കെ മിസ് വരും. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഡയഗ്രം എഴുതി വെക്കുക. അപ്പം നെർവസ് സിസ്റ്റത്തിനെ 2 എണ്ണമാക്കി തരംതിരിക്കാം. സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ആരൊക്കെ കാണുന്നു? ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം ആരൊക്കെ കാണുന്നു? 12 pairs of cranial nerves and 31 pairs of spinal nerves. ധാരണ കിട്ടിയോ? മനപ്പാഠം പഠിക്കാനല്ല. എന്തിനാ സ്പൈനൽ നെർവ്സ് എന്ന് മനസ്സിലായില്ലേ? വലത്തെ കൈയിലേക്ക് ഒരു നെർവ് പോയിട്ടുണ്ടെങ്കിൽ ഇടത്തെ കൈയിലേക്ക് എന്ത് ചെയ്യും? ഒരു സ്പൈനൽ നെർവ് ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? ഇനി ഞാൻ നിങ്ങൾ നേരത്തെ കാണിക്കാന്ന് പറഞ്ഞ ചിത്രങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് ശ്രദ്ധിക്കുക, ഇതൊക്കെ ഒറിജിനൽ പിക്ചേഴ്സ് ആണ്. മനസ്സിലായല്ലോ? ഈ കാണിക്കാൻ പോകുന്നതൊക്കെ പ്യുവർ അനോട്ടമിക്കൽ ഡിസെക്ഷൻ, പ്യുവർ ബോഡി ഡിസെക്ഷൻ ആണ്. നിങ്ങൾക്ക് വലിയ വലിയ ക്ലാസ്സിലൊക്കെ ഇപ്പോഴേ പഠിക്കണം. +1 +2 എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാവേണ്ടി എന്ത് ചെയ്യേണ്ടി വരും? ഇത്തരം പിക്ചേഴ്സിനൊക്കെ ആശ്രയിക്കേണ്ടി വരും. കാരണം നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന പോലെയല്ല ഈ സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞ അത് ആദ്യം മനസ്സിലാക്കുക. ചിത്രത്തിൽ കാണുന്ന പോലെയല്ല നമ്മളെ ബോഡി എന്നൊക്കെ. ചിത്രത്തിൽ കാണുന്നതിന്റെ ഏകദേശം, ചിത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ ഏകദേശം രൂപ. അപ്പൊ കണ്ടോ? ഫസ്റ്റ് പിക്ചർ ഞാൻ CNS സെൻട്രൽ നെർവസ് സിസ്റ്റം കാണിച്ചില്ല. നിങ്ങൾക്ക് ചിത്രം കാണുന്നുണ്ടോ? പിക്ചർ കാണുന്നുണ്ടോ? ഇല്ലേ? ഇല്ലേ? ഗായത്രി കാണുന്നുണ്ടോ? നോക്കുക, കണ്ടോ? ഇതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ബോഡിയാണ് കാണുന്നത് നിങ്ങൾ, അല്ലെ? അതും കമിഴ്ത്തി കടത്തിയതാ. കമിഴ്ത്തി കടത്തുക എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കാണുന്നത് ബാക്ക് സൈഡ് അയാളുടെ,
നിങ്ങൾ കാണുന്നത് എന്താണ്? അയാളുടെ ബാക്ക് സൈഡാ, കാരണം നട്ടലിന്റെ ഉള്ളിൽ കൂടിയ സ്പൈനൽ കോഡ് പോകണം, ഫ്രണ്ട് സൈഡ് അല്ല നിങ്ങൾ കാണുന്നത്. മനസ്സിലായില്ലേ? ആ കാണുന്ന ഈ ഉണ്ട പോലത്തെ സാധനമാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തലച്ചോറ്. എന്ത്? ബ്രെയിൻ. ഈ കാണുന്ന കുതിരവാല് മാറ്റ സാധനം കണ്ടോ? അതിനെ വിളിച്ച പേരാണെന്ത്? സ്പൈനൽ കോഡ്. ആൻഡ് ടുഗദർ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എന്ത്? സെൻട്രൽ നെർവസ് സിസ്റ്റം. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇനി പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലേക്ക് പോവാം. അത് കുറച്ചും കൂടിയും ഇൻട്രസ്റ്റിംഗ് പിക്ചർ ആണ്. പെരിഫറൽ നെർവസ് സിസ്റ്റം ഞാൻ കാണിച്ചു തരാം അല്ലെ. അതിൽ സ്പൈനൽ നെർവ്സ് ഒന്നും കാണാൻ കഴിയുന്നില്ല. ക്രേനിയൽ നെർവ്സും സ്പൈനൽ കോഡും കറക്റ്റ് പിക്ചേഴ്സ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ഇതില് ഫസ്റ്റ് പിക്ചർ കണ്ടോ നിങ്ങള്? ഫസ്റ്റ് പിക്ചർ, ആദ്യത്തെ ചിത്രം കണ്ടോ? കണ്ടോ? കാണുന്നുണ്ടോ എല്ലാവർക്കും? കണ്ടിട്ട് വല്ല തേളോ പഴുതാരിയായിട്ടൊക്കെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഏകദേശം തോന്നും. ഇത് ആക്ച്വലി ഒരാളുടെ അല്ലെ സ്പൈനില് ശ്രദ്ധിക്കുക, ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് കറക്റ്റ് അടയാളപ്പെടുത്തി ഞാൻ കാണിച്ചില്ല, എന്നാലേ മനസ്സിലാവുള്ളൂ. ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഇത് ഒരാളെ കമിഴ്ത്തി കിടത്തിയിട്ട് എന്താണ് ബാക്ക് സൈഡായി കാണുന്നത്. നിങ്ങൾ ആക്ച്വലി കാണുന്നത് എന്താ? ബാക്ക് സൈഡാ. അയാളെ നട്ടലില്ലേ, വെർട്ടിബ്രേറ്റ്സ് ഒക്കെ, അതൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. എടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയ പിക്ചറാണ് ഈ കാണുന്നത് അല്ലെ. അതിൽ നമുക്ക് ക്രേനിയൽ നെർവ്സ് ഒന്നും കാണൂല, സ്പൈനൽ നെർവ്സ് ഞാൻ കാണിച്ചില്ല. ഈ കാണുന്ന സാധനം കണ്ടോ? കണ്ടോ? ഫസ്റ്റ് ഒന്ന് എന്നിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. എന്താണത്? സ്പൈനൽ കോഡ്. എന്താണ്? സ്പൈനൽ കോഡ്. മനസ്സിലായോ? ഫസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കണ്ടില്ലേ ഈ സാധനം? അതാണെന്ത്? സ്പൈനൽ കോഡ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഇത് കണ്ണുകൊണ്ട് കാണാൻ പറ്റും അല്ലേ? പിന്നെ ഒന്നും നോക്കണ്ട, 2, 3, 4, 5 ഒന്നും നോക്കണ്ട. അല്ല 5 നോക്കിക്കോ, ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ളതൊന്നും നിങ്ങൾ നോക്കണ്ട. പിന്നെ ഇനി സ്പൈനൽ കോഡ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ സ്പൈനൽ കോഡിൽ നിന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണുന്നുണ്ടോ? ഇല്ലേ? ശ്രദ്ധിച്ചു നോക്കിയാൽ കുറെ എണ്ണം കാണാം. കണ്ടോ? അതെന്താണ്? സ്പൈനൽ നെർവ്സ്. അതെന്താണ്? സ്പൈനൽ നെർവ്സ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ സ്പൈനൽ കോഡിലേക്ക് അല്ലെ, സ്പൈനൽ നെർവ്സ് വഴി എന്താണ്? കണക്റ്റഡ് ആണ്. എന്നിട്ട് കണ്ടോ എല്ലാരും എത്തിച്ചേരുന്നത് എവിടേക്കാ? സ്പൈനൽ കോഡിലേക്കാ. കണ്ടോ? സ്പൈനൽ കോഡിൽ നിന്ന് അത് എങ്ങോട്ട് പോവും? ബ്രെയിനിലേക്ക് പോവും. ബ്രെയിൻ തിരിച്ച് ആ മെസ്സേജിനെ തിരിച്ചറിഞ്ഞ് എന്താണോ കൊടുക്കേണ്ടത് അത് റിട്ടേൺ എവിടേക്ക് തന്നെ വിടും? സ്പൈനൽ കോഡിലേക്ക് വിടും. സ്പൈനൽ കോഡിൽ നിന്ന് അത് ഏത് ഭാഗത്തേക്കാണോ പോകേണ്ടത് അവിടേക്ക് എന്ത് ചെയ്യും? പോകും. പിക്ചർ മനസ്സിലായോ? ചിത്രം മനസ്സിലായോ? ഇപ്പം കുറെ കൂടി നിങ്ങൾക്ക് ക്ലാരിഫൈ ആയിട്ടുണ്ടാവും. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും നേരത്തെ കണ്ട ചിത്രത്തിലുള്ള പോലെ കുറെ വരകളും കുരികളും അല്ല എന്ത് നമ്മുടെ ശരീരം എന്നത്. നിങ്ങൾ ആ കാണുന്നതൊക്കെ ഫാറ്റ് ടിഷ്യൂ, അഡിപ്പോസ് ടിഷ്യൂ എന്നൊക്കെ പറയും. ആ കീറി മുറിച്ച് കിടക്കുന്നത് കാണുന്നില്ലേ? ദേ ആർ പ്യൂർലി ഫാറ്റ്. ഫ്ലഷും ഫാറ്റും ഒക്കെയാ കാണുന്നത്. മനസ്സിലായോ? ഇത്ര ടൈറ്റ്ലി പാക്കഡാ. പിന്നെ ഈ കാണുന്ന കുറെ ചെറിയ ചെറിയ ഇതൊക്കെ നമുക്ക് പഠിക്കാണ്ട്. ഇവിടെ ഈ കാണുന്ന കുറെ നാരുകൾ പോലൊക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ നമുക്ക് ഇനി അടുത്ത സെക്ഷനിൽ നമുക്ക് പഠിക്കാണ്ട്. ഡോർസൽ റൂട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോൺ എന്നൊക്കെ ഇതൊക്കെ നമുക്ക് ഇനി പഠിക്കാണ്ട്. ഗാംഗ്ലിയോൺ ഒന്നുമില്ല, ഡോർസൽ റൂട്ട് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാണ്ട്. കറക്റ്റ് എന്ത് ചെയ്യാണ്ട് പഠിക്കാം നമുക്ക്. ഓക്കെ, അപ്പം ഈ ചിത്രം മനസ്സിലായില്ലേ? സ്പൈനൽ കോഡാണ് ഈ കാണുന്നത്. ഓക്കെ അല്ലേ? സ്പൈനൽ നെർവ്സ് ആണ് ഈ കാണുന്നത്. അപ്പൊ അതൊക്കെ കണ്ണുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈസിലി എന്താണ് വിസിബിൾ ആണെന്നാണ് ഞാൻ എന്ത് ചെയ്തു വരുന്നത്? പറഞ്ഞു വന്നത്. അത് മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് ഇപ്പുറം വേറൊരു പിക്ചർ കണ്ടോ? ഇപ്പുറം വേറൊരു പിക്ചർ കണ്ടോ? അതെന്താ സംഭവം? അതും ഒറിജിനൽ പിക്ചർ തന്നെയാണ്. ബ്രെയിൻ അല്ലെ? നമ്മൾ അടുത്ത സെക്ഷനിൽ ഇനി ബ്രെയിനെ കുറിച്ച് പഠിക്കും. കറക്റ്റ് ഈ പിക്ചർ നമുക്ക് അപ്പൊ ഞാൻ എടുത്തരാം. ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ആ കാണുന്നത് ബ്രെയിനും സ്കള്ളും ഒക്കെയാ അല്ലെ? അപ്പം സ്പൈനൽ കോഡും കാര്യങ്ങളും മനസ്സിലായില്ല മക്കളെ? അല്ലെ? സ്പൈനൽ കോഡും കാര്യങ്ങളും മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? അല്ലെ? സെൻട്രൽ നെർവസ് സിസ്റ്റം മനസ്സിലായല്ലോ? പെരിഫറൽ നെർവസ് സിസ്റ്റം മനസ്സിലായല്ലോ? ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. നമുക്ക് ഇനി പഠിക്കാനുള്ള ചാപ്റ്റർ ഏകദേശം പകുതി കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത്
സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. അതായത് ആരൊക്കെയാ അതിലുള്ളത്? ബ്രെയിനും സ്പൈനൽ കോഡും. മനസ്സിലായല്ലോ? പെരിഫറൽ നെർവസ് സിസ്റ്റം നമുക്ക് ഡീപ്പായിട്ടൊന്നും എന്ത് ചെയ്യാല്ല, പഠിക്കാല്ല. നമുക്ക് ഇനി ആരൊക്കെ പഠിക്കാണ്ട്? ബ്രെയിനിനെ കുറിച്ചും പഠിക്കാനുണ്ട്, സ്പൈനൽ കോഡിനെ കുറിച്ചും എന്ത് ചെയ്യാണ്ട് പഠിക്കാണ്ട്.